വസ്ത്രം കൊണ്ടുവരുന്ന ചടങ്ങ് തുടങ്ങാറായി. അവരെത്തിയിട്ടുണ്ട്. ആ ശരി. കല്യാണപ്പെണ്ണ് ഒരുങ്ങിക്കഴിഞ്ഞോ? ഒരുക്കമൊക്കെ ഒരുവിധം പൂർത്തിയായി. ഇനി സാരി എടുത്താൽ മതി. എങ്കിൽ വസ്ത്രം കൊടുക്കാനുള്ള സമയമായി. വരൂ. ആ മോളെ, ദേ അവര് വരുന്നു. ആ ഇതൊരിക്കലും അയാളുടെ പ്രാർത്ഥനയല്ല. ദേവൂട്ടിയെ ബന്ധനത്തിലാക്കാനുള്ള നീചകർമ്മങ്ങളാണ്. പക്ഷേ അന്തിമമായ വിജയം ലോക നന്മയ്ക്കായി നിലകൊള്ളുന്ന ദൈവിക ശക്തികൾക്ക് തന്നെയാവും. അമ്മേ മൂകാംബികെ, ഈ ദുഷ്ടശക്തികൾക്ക് ദേവൂട്ടിയുടെ ജീവിതം നശിപ്പിക്കാനുള്ള അവസരം ഉണ്ടാക്കരുതേ. നീ വസ്ത്രം ധരിക്കുന്നതോടെ പൂർണ്ണമായും എന്റെ നിയന്ത്രണത്തിലാവും ദേവൂട്ടി. അപ്പോൾ എന്റെ കർമ്മങ്ങൾക്ക് പകുതി ഫലസിദ്ധിയായി കഴിഞ്ഞു. ഇല്ല, നീ അഹങ്കരിക്കേണ്ട. എന്തൊക്കെ ദുഷ്കർമ്മങ്ങൾ ചെയ്താലും നീ വിജയിക്കാൻ പോണില്ല. അന്തിമ വിജയം ദൈവിക ശക്തികൾക്ക് തന്നെയാവും. മോള് പോയി ഡ്രസ്സ് മാറിയിട്ട് വാ. വന്നേ, വാ മോളെ. എന്റെ ദേവി, ആ സുരേന്ദ്രൻ അങ്കിളിനൊന്ന് കാണാനിടയാക്കി തരണേ. വേഗം വാ. ദേവൂട്ടി മഞ്ഞൾ കല്യാണത്തിന്റെ വസ്ത്രം അണിഞ്ഞു വരുമ്പോഴേക്കും നമുക്ക് റെഡിയാവണ്ടേ? വാ. ആ ഇന്ദുമതി ആന്റി ഉള്ളപ്പോ അങ്കിളിനോട് ഈ കാര്യം പറയുന്നത് അത്ര ബുദ്ധിയല്ല. ഇനിയിപ്പോ എന്ത് ചെയ്യും? എനിക്ക് തനിച്ചൊന്ന് കാണണം. ഇപ്പൊ എങ്ങനെയാ? എങ്ങനെയെങ്കിലും ഒന്ന് വാ. ശരി. എടോ, നീ എന്ത് പരിപാടിയായി കാണിച്ചേ? എന്തിനാ എന്നെ വിളിച്ചേ? എടോ, തന്നോട് അത്യാവശ്യമായിട്ടൊരു കാര്യം പറയാനുണ്ട്. എന്താ? എന്തു പറ്റി? നീ എന്തെങ്ങനെ പാത്തും പതിങ്ങി നിൽക്കുന്നേ? എന്നെ കല്യാണത്തിന് ക്ഷണിച്ചല്ലേ? അതൊക്കെ പിന്നെ പറയാം. ഇപ്പൊ എന്നെ മറ്റാരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അത് അപകടമാ. അപകടോ? എന്തപകടം? അഖില, ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ നീ ശ്രദ്ധയോടെ കേൾക്കണം. ഒരിക്കലും ഈ കല്യാണം നടക്കാൻ പാടില്ല. കിഷോർ, നീ എന്തായി പറയുന്നേ? കല്യാണം നടക്കാൻ പാടില്ലെന്നോ? എന്ത് കാരണം കൊണ്ട്? അഖില, ആ ഗഗനും മൂർത്തിയും കൂടി ചേർന്ന് ദേവു ചേച്ചിയെ ചതിക്കുക. നല്ല ഉദ്ദേശത്തോടെ അല്ല ഗഗൻ ദേവു ചേച്ചിയെ കല്യാണം കഴിക്കുന്നത്. ഇതൊക്കെ വ്യക്തമായിട്ട് ഞാൻ അറിഞ്ഞ കാര്യങ്ങളാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ കല്യാണം ഇവിടെ വെച്ച് അവസാനിപ്പിക്കണം. എന്താ കിഷ ഈ പറയുന്നേ? ഈ അവസാന നിമിഷം കല്യാണം നടക്കരുതെന്നോ? ഇതൊക്കെ ചെറുക്കം വീട്ടുകാർ അറിഞ്ഞാ എന്ത് പറയും?
ദേവു ചേച്ചിയുടെ ജീവിതമാണോ അതോ ചെറുക്കൻ്റെ വീട്ടുകാരുടെ ജീവിതമാണോ നിങ്ങൾക്ക് വലുത്? നോക്കക്കില്ല, പ്ലീസ്. ഇതിന്റെ ഗൗരവം തനിക്ക് മനസ്സിലാവാനിട്ടാ. ഞാനിപ്പോ ആരോട് എന്ത് പറഞ്ഞാലും അതൊന്നും നടക്കുമെന്ന് തോന്നില്ല. ദേ, മഞ്ഞൾ കല്യാണം മിനിറ്റുകൾക്കുള്ളിൽ തുടങ്ങും. ദേവുട്ടി ഡ്രസ്സ് മാറാൻ പോയിരിക്കുവാ. ഒരു കാര്യം ചെയ്യും, സുരേന്ദ്രൻ അങ്കിളിനോട് എനിക്ക് സംസാരിക്കാനുള്ള ഒരു അവസരം ഒരുക്കി തരൂ. അങ്കിളിന് ഞാൻ പറയുന്ന കാര്യങ്ങൾ അതിൻ്റെതായ സ്പിരിറ്റിൽ മനസ്സിലാക്കാൻ പറ്റും. അച്ഛനാകെ ധൃതിയില കിഷ. മാത്രമല്ല, ഇപ്പൊ നീ ഇതൊക്കെ പറയുമ്പോ അച്ഛൻ എന്ത് ചെയ്യാൻ പറ്റും? അതൊക്കെ പിന്നെ തീരുമാനിക്കാം. ആദ്യം നീ സുരേന്ദ്രൻ അങ്കിളിനെ എനിക്ക് തനിച്ച് കാണാനുള്ള ഒരു അവസരം ഒരുക്കിത്താ. വേഗം വേണം. ശരി, ഞാനൊന്ന് നോക്കട്ടെ. ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. നീ വേഗം ഒന്ന് പോയിട്ട് വാ.